നമസ്കാരം. PF 3.0 2025 അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ PF എമൗണ്ട് പണം പിൻവലിക്കലിൽ വലിയ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾ ഇന്ത്യയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന, പ്രതിമാസ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങളുടെ PF പണം എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ഞാനത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനതിനാണ്. സോ എന്താണ് EPF എന്ന് പറയുന്നത്? എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO എന്നുള്ളത് ഇന്ത്യയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ആളുകൾക്കുള്ള പ്രോവിഡന്റ് ഫണ്ടാണ്. നമുക്കറിയാം, കാലാകാലങ്ങളായിട്ടുള്ള ഒരു സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നുള്ള പണം പിൻവലിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒന്നായിരുന്നില്ല. വർഷങ്ങളായി, അതായത് PF തുടങ്ങിയ കാലം തൊട്ട് ഇപ്പോൾ വരെയുള്ള ഒരു കാലഘട്ടം വരെ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ PF പണം പിൻവലിക്കുന്ന കാര്യത്തിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം PF 3.0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PF പണം പിൻവലിക്കൽ ഇനി കൂടുതൽ ഈസിയും ഫാസ്റ്റും ആകും എന്നുള്ളതാണ്. അതായത് PF സിസ്റ്റത്തിലുള്ള പുതിയ ഡിജിറ്റൽ അപ്ഗ്രേഡ് ആണ് EPFO 3.0. പ്രോവിഡന്റ് ഫണ്ട് സേവനങ്ങൾ കൂടുതൽ എളുപ്പമുള്ളതാക്കുക, കൂടുതൽ വേഗത്തിലാക്കുക, കൂടുതൽ സുതാര്യമാക്കുക, അതുമാത്രമല്ല ഓൺലൈൻ ആയിട്ട് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എംപ്ലോയീസിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് അവരുടെ പണം PF-ൽ നിന്ന് പിൻവലിക്കാനോ അത് മാനേജ് ചെയ്യാനോ ഉള്ള സൗകര്യം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ മാറ്റം കൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. അതായത് PF പണവുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾ വൈകുന്നത് ഒഴിവാക്കുന്നതിനായിട്ടും അത് കൂടുതൽ സുതാര്യമാക്കുന്നതിനായിട്ടും ക്ലൗഡ് സർവീസുകൾ ഉപയോഗിക്കാൻ പോവുകയാണ്. അത് മാത്രമല്ല UPI വഴിയോ ATM കാർഡ് വിഡ്രോവൽ വഴിയോ ഭാവിയിൽ PF പണം പിൻവലിച്ചേക്കാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയും കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. PF-ന്റെ മുമ്പത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 13 ഡിഫറന്റ് ആയിട്ടുള്ള കാരണങ്ങൾക്കാണ് PF പണം പിൻവലിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടായിരുന്നത്. അതായത് 13 ഡിഫറന്റ് പാർഷ്യൽ വിഡ്രോവൽ റൂൾസ്. അതായത് വിദ്യാഭ്യാസം, വീട് വെക്കുന്നത് പരമായിട്ടുള്ള ചിലവുകൾക്കായിട്ട്, വിവാഹം, ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, അത് മാത്രമല്ല തൊഴിലില്ലായ്മ, അതായത് നമുക്ക് ജോലി നഷ്ടപ്പെട്ടാലുള്ള സാഹചര്യം, അങ്ങനെ പലതരത്തിലുള്ള ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് PF-ൽ നിന്നും പണം വിഡ്രോ ചെയ്യാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. അതുകൂടാതെ ഓരോ കാരണങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സബ് റീസൺസ് നമ്മൾ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഇൽനെസ് പോലെയുള്ള, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ സബ് ആയിട്ടുള്ള കുറെ വിവരങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊടുത്ത് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് പണം പിൻവലിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് ആണോ PF-ൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടിയിരുന്നത് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുമായിരുന്നുള്ളൂ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ് EPFO 3.0 എന്ന പുതിയ നിയമത്തിലൂടെ. പുതിയ നിയമം വരുന്നതോടുകൂടി എല്ലാ ഭാഗിക വിഡ്രോവലും പ്രധാനമായിട്ടും 3 കാറ്റഗറികളായിട്ട് തരംതിരിക്കാൻ പോവുകയാണ്. ഒന്ന് എസെൻഷ്യൽ നീഡ്സ്, അതായത് അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ. 2 ഹൗസിംഗ് നീഡ്സ്, അതായത് വീട് വെക്കൽ അല്ലെങ്കിൽ വീട് പുതുക്കി പണിയൽ, ഓൾറെഡി ഉള്ള വീട് മെയിൻറ്റെയിൻ ചെയ്യൽ, അത്തരത്തിലുള്ള ഹൗസിംഗ് നീഡുകൾക്ക്. മൂന്നാമത്തേത് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്, അതായത് പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ, മെഡിക്കൽ എമർജൻസീസ്, അതുപോലെ വളരെ പെട്ടെന്നായിട്ട് നമുക്ക് കാശിന് ആവശ്യം വരുന്ന ചില സാഹചര്യങ്ങൾ, അതാണ് സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഇവിടെയില്ല. ജസ്റ്റ് ഈ 3 കാറ്റഗറികൾ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് റീസൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PF പാർഷ്യൽ വിഡ്രോവൽ സാധ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു പുതിയ നിയമത്തിലൂടെ വരാൻ പോകുന്ന കാര്യം. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മിനിമം സർവീസ് ആൻഡ് വിഡ്രോവൽ ലിമിറ്റിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് PF പണം പിൻവലിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സർവീസ് എത്രയാണ് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ മൊത്തം തുകയുടെ എത്രത്തോളമാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. തൊഴിലിടത്തിൽ അറ്റ്ലീസ്റ്റ് 12 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പാർഷ്യലി വിഡ്രോ ചെയ്യാൻ സാധ്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേസിലുമുള്ള ഏറ്റവും യൂണിഫോം ആയിട്ടുള്ള ഒരുപോലെയുള്ള ഒരു നിയമമാണ് അത്. അതുപോലെ തന്നെ PF അക്കൗണ്ട് ഹോൾഡർക്ക് ഇപ്പോൾ 100% പണവും പിൻവലിക്കാൻ സാധ്യമാണ്. അത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആയിട്ടും എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആയിട്ടും നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന പണം നമുക്ക് 100% പിൻവലിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ അതിനൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റ് സെക്യൂരിറ്റിക്കായിട്ട് ഒരു 25% എങ്കിലും പണം നിങ്ങൾ അതിനകത്ത് സേവ് ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. അടുത്തത് അൺഎംപ്ലോയ്മെന്റ് വിഡ്രോവൽ റൂൾ ആണ്. അതായത് നിങ്ങൾക്ക് തൊഴിലില്ലാത്ത ഒരു സാഹചര്യത്തിൽ PF പണം പിൻവലിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ തൊഴിലില്ലായ്മയ്ക്ക് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമുള്ള 36 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് PF എമൗണ്ട് പിൻവലിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഈ ഒരു പുതിയ നിയമം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് PF പണം പിൻവലിക്കാനുള്ള കാലതാമസം കൂടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തൊഴിൽ രഹിതനായി അല്ലെങ്കിൽ റിട്ടയർ
ആയതിനു ശേഷം 36 മാസം കഴിഞ്ഞാൽ മാത്രമേ 36 മാസത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് പിൻവലിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെൻഷൻ സെക്യൂരിറ്റി എമൗണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വെക്കുന്നതിനായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ വീട് വെക്കാനോ വീട് വാങ്ങാനോ ഓൾറെഡി ഉള്ള വീട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടോ അതല്ലെങ്കിൽ ഭവന വായ്പ തിരിച്ചടക്കാനോ നിങ്ങൾക്ക് ഒരു പരിധി വരെ പണം പിൻവലിക്കാൻ സാധ്യമാണ്. വിദ്യാഭ്യാസം, വിവാഹം പോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് PF എമൗണ്ട് പിൻവലിക്കാനുള്ള ലിമിറ്റേഷൻ മുമ്പ് കുറച്ചുകൂടെ ശക്തമായിരുന്നു, അതായത് കുറച്ചുകൂടി ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് 10 തവണ വരെ പണം പിൻവലിക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ വിവാഹപരമായ ആവശ്യങ്ങൾക്കായിട്ട് 5 തവണ വരെ നിങ്ങൾക്ക് പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. EPFO 3.0യെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ്. ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്. പ്രതിമാസം വെറും 578 രൂപ പ്രീമിയത്തിൽ 1 കോടി രൂപയുടെ കവറേജ് ആണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപയോളം നിങ്ങൾക്ക് ടാക്സ് ഇനത്തിൽ സേവ് ചെയ്യാം. മാത്രമല്ല 64 ക്രിട്ടിക്കൽ രോഗങ്ങളും കവർ ചെയ്തിരിക്കുന്നു. 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിൽ 15% ഡിസ്കൗണ്ടും ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. സോ EPFO 3.0യിൽ നിന്നും പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പ്രോസസ് എല്ലാം കൂടുതൽ ഫാസ്റ്റർ ആകുന്നു. അതായത് വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്, കാലതാമസം എന്ന് പറയുന്നത് വളരെ കുറയുന്നു. അതുകൂടാതെ കാര്യങ്ങളെല്ലാം കൂടുതൽ ഓട്ടോമേറ്റഡ് ആവുന്നു. മാനുവൽ ആയിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം കുറഞ്ഞ് കൂടുതൽ ഓട്ടോമേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. കൂടാതെ UAN പോർട്ടലിലൂടെ ഓൺലൈൻ ആയിട്ട് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ UPI വഴിയും ATM കാർഡ് വഴിയും PF എമൗണ്ട് പിൻവലിക്കാൻ സാധ്യമായേക്കാം എന്നുള്ളതാണ്. അതിന്റെ ചർച്ചകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നിങ്ങളൊരു PF അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ എന്താണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? നിങ്ങളുടെ UAN ആക്റ്റീവ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ KYC ഡീറ്റെയിൽസ്, ആധാർ നമ്പർ, ബാങ്ക് ഡീറ്റെയിൽസ്, പാൻ കാർഡ് ഇതെല്ലാം വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓൺലൈൻ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിഡ്രോവൽ കൂടുതൽ ഈസി ആകുന്നു. മാത്രമല്ല ജെന്യൂൻ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമായി EPFO നിങ്ങൾ യൂസ് ചെയ്യുക. റിട്ടയർമെന്റിനായിട്ട് കുറച്ച് ഫണ്ട് അവിടെ തന്നെ വെക്കുക. നിങ്ങൾ വിഡ്രോവൽ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഒരു ക്ലെയിം നിങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സ് കൂടുതൽ ഈസി ആവുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, കാലാകാലങ്ങളായിട്ട് EPFOയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറുത് മാത്രമാണ്. പക്ഷേ ഈ പുതിയ നിയമങ്ങൾ വരുന്നതോടുകൂടി EPFOയിൽ നിന്നും PFൽ നിന്നും നമ്മുടെ പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻസ് കൂടുതൽ ഈസി ആകുന്നു. അത് മാത്രമല്ല, നമുക്ക് ഭാവിയിൽ റിട്ടയർമെന്റിനായിട്ട് ഒരു ഫണ്ട് എടുത്തു വെക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് EPFO നമ്മളെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാം. സോ ഈ വീഡിയോ ഒരു ഇൻഫർമേഷൻ പർപ്പസ് മാത്രമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ EPFO നോട്ടിഫിക്കേഷൻസ് എപ്പോഴും ശ്രദ്ധിക്കുക. ഗവൺമെന്റ് വെബ്സൈറ്റ്സ് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഡ്വൈസുകൾക്കായിട്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്സിനെ നിങ്ങൾ സമീപിക്കുക. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഓരോ തവണയും മാറിയേക്കാം. അതായത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു, ഒരുപക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാൾ ഈ വീഡിയോ കണ്ട് ഇൻഫർമേഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതായിരിക്കില്ല അപ്പോഴുള്ള റൂൾസ്. സോ ഓരോ കാലത്തിനും അനുസൃതമായിട്ട് നിയമങ്ങൾ മാറിയേക്കാം. സോ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. ബോസല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. Bosswala. Be the boss.